സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്തുതന്നെയായാലും അതിവേഗ നീക്കങ്ങൾ നടത്താൻ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും അടക്കം ക്വിക്ക് റെസ്പോൺസ് ടീം ശക്തമാണ്. വാദം കേട്ട കർണാടക ഹൈക്കോടതി വിധി പറയുന്നതിനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ട്. വിധി എതിരായാൽ SFIO അതിവേഗ നടപടികളിലേക്ക് കടക്കും. വിധി വരും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ച് SFIOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിനാവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജി SFIOയ്ക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി 1 മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ഇതിനൊപ്പം കേരള ഹൈക്കോടതിയിൽ KSIDC നൽകിയ ഹർജിയുമുണ്ട്. ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. KSIDCയോട് അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL പണം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് CMRLനോട് വിശദീകരണം തേടിയെന്ന് KSIDC ഹൈക്കോടതിയിൽ വിശദീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതിൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി 26-ന് പരിഗണിക്കാൻ മാറ്റി. അതായത് 26-ന് ശേഷം മാത്രമേ കേരള ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകൂ. അതിനു മുമ്പ് തന്നെ കർണാടകയിൽ വീണയുടെ ഹർജിയിൽ വിധി വരും. അതുകൊണ്ട് തന്നെ ഈ വിധിയാകും അന്വേഷണത്തിൽ തീരുമാനമായി മാറുകയെന്നും വിലയിരുത്തലുണ്ട്. കർണാടകയിലെ ഹർജിയിൽ എതിർവിധിയുണ്ടായാൽ അത് കേരള ഹൈക്കോടതിയെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് വീണ വിജയനുമായി അടുപ്പമുള്ളവർ വിലയിരുത്തുന്നത്. ഈ കേസിൽ വീണ കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് സാങ്കേതിക ന്യായങ്ങളാണ്. 2013-ലെ കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരം SFIOയ്ക്ക് അന്വേഷണം നടത്താനാവില്ലെന്ന് വീണ കോടതിയെ ബോധിപ്പിച്ചു. 212 വകുപ്പ് UAPA വകുപ്പിന് സമാനമാണ്. സഹാറ കേസ് പോലുള്ള നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണ് ഈ വകുപ്പ് ഉപയോഗിക്കുക. എക്സാലോജിക് അങ്ങനെയല്ല. 1.72 കോടി രൂപ മുൻനിർത്തിയാണ് ഈ ആരോപണം. ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല. CMRL എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയെന്ന് രേഖയില്ലാത്തത് മാത്രമാണ് ആരോപണമെന്ന് വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്താർ കോടതിയെ ബോധിപ്പിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചതെന്നും SFIOയ്ക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ K. അരവിന്ദ് കമത്ത് വാദിച്ചു. മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് SFIO എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിമണൽ കമ്പനിയായ CMRL 1.7 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിനുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം SFIOയ്ക്ക് കൈമാറണമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് കോടതി മുഖവിലക്കെടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തിനെയും പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ വിധി എതിരായാൽ അതിവേഗ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകും. വലിയൊരു സംഘം നിയമവിദഗ്ധർ തിരുവനന്തപുരത്തും കൊച്ചിയിലും ബംഗളൂരുവിലും ഡൽഹിയിലുമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും ബംഗളൂരുവിലെ കോടതി നടപടികൾ നിരീക്ഷിക്കാനും സംഘമുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിധി വരാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. വിധി എതിരായാൽ SFIOയും അപ്പീലുമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാനും വീണ വിജയന്റെ സംഘം തയ്യാറെടുത്തു കഴിഞ്ഞു. കേരള ഹൈക്കോടതിയിൽ CMRL എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയും നിലവിലുണ്ട്. SFIO അന്വേഷണം ആരംഭിച്ചതിനാൽ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി തയ്യാറായില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന സ്ഥാപനമാണെന്നും അന്വേഷണം വിശ്വാസ്യതയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും ബാധിക്കുമെന്നും KSIDCക്കായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥൻ വാദിച്ചു. CMRLൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടറും 13.4% നിക്ഷേപം ഉണ്ടായിട്ടും ഇല്ലാത്ത സേവനത്തിന് ഫണ്ട് അനുവദിച്ചതിനടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വിശദീകരണം തേടാത്തതെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർക്കും ബാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു അതിനുള്ള മറുപടി. ഇന്ററിം റിപ്പോർട്ട് വന്ന ശേഷം വിശദീകരണം തേടിയെന്നും വിശദീകരിച്ചു. CMRL നടത്തിയ പണമിടപാട് വിശദമായി അന്വേഷിക്കാനാണ് SFIOയ്ക്ക് കൈമാറിയതെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ RV ശ്രീജിത്ത് വിശദീകരിച്ചു.